ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മുഴുവൻ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ താൽപര്യത്തോടെ, മനസ്സാന്നിധ്യത്തോടെ പിൻപറ്റി ജീവിക്കണം. അതാണ് നമ്മുടെ ജീവിത വിജയത്തിനുള്ള ഏകമാർഗം. ഈ തഖ്വയുടെ അധ്യാപനങ്ങളുടെ പുറത്ത് അത് പരിഗണിക്കാതെയോ അല്ലെങ്കിൽ അതിനെ അവഗണിച്ചോ ഒരു വ്യവഹാരവും ജീവിതത്തിന്റെ കൂടെ കൊണ്ടു നടക്കരുത്. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ നഷ്ടത്തിന് ഇടയാക്കും. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയുകയില്ല എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന പ്രവാചകന്മാർ അടിക്കടി മനുഷ്യമക്കളെ ഓർമ്മപ്പെടുത്തിയ യാഥാർത്ഥ്യമാണിത് എന്ന ഗൗരവത്തോടെ തഖ്വയുടെ പാഠങ്ങൾ മുറുകെ പിടിക്കണം എന്ന് എല്ലാ ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയുടെ താൽപര്യത്തിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, അബദ്ധങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും പൊറുത്തു തരുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചില വശങ്ങൾ ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചതിന്റെ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായി വരുന്ന വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു കാര്യവും കൂടി ഈ ദുൽഹജ്ജ് മാസം വിട പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ വിശകലനത്തിന് വിധേയമാക്കുന്നത് നന്നാവും എന്ന് കരുതുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം സത്യവിശ്വാസികളെന്ന നിലക്ക് പഠനവും പിന്തുടർച്ചയും ആവശ്യപ്പെടുന്ന വളരെ സമഗ്രമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം എന്ന് കാണാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ പറയുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 285-ാമത്തെ സൂക്തത്തിൽ ഒരൊറ്റ സൂക്തത്തിൽ തന്നെ 3 പ്രാവശ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ കാലത്തെ രാജാവും തമ്മിൽ നടത്തിയ ഒരു സംവാദം ഉദ്ധരിക്കുന്നുണ്ട്. അപൂർവമായിട്ടൊക്കെ പല ചർച്ചകളിലും ഇത് കയറി വരാറുള്ളതായിരിക്കും. അതൊന്ന് വിശകലനം ചെയ്താൽ അതിൽ നിന്ന് തൗഹീദിനെ സംബന്ധിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ചില പാഠങ്ങൾ നമുക്ക് കണ്ടെത്താനാവും. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക് എന്ന് തുടങ്ങുന്നതാണ് ഞാൻ ഉദ്ദേശിച്ച സൂക്തം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമിനോട് തർക്കത്തിലേർപ്പെട്ട, സംവാദത്തിലേർപ്പെട്ടവനെ നീ കണ്ടില്ലയോ? സത്യവിശ്വാസികൾക്ക് ഗുണപാഠമാകുന്ന ചില ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കുകയാണ് ഈ ഭാഗത്ത് അല്ലാഹു. അങ്ങനെ 3 സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലെ ഒന്ന് മാത്രമാണ് ഇപ്പോൾ ഇത്.
ഇദ് ഖാല ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹ്യി വയുമീത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാധാരണ മറ്റ് പ്രവാചകന്മാരെ പോലെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. റബ്ബും ഇലാഹുമായിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കണം, അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കണം, വേറെ റബ്ബോ വേറെ ഇലാഹോ ഉണ്ടാവരുത്. ഇതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ പ്രവാചകന്മാർ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അപ്പോ ആ നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അന്നത്തെ ആ സമൂഹത്തിന്റെ ഭാഷയിൽ അവതരിപ്പിച്ചപ്പോ സ്വാഭാവികമായ ഒരു ചോദ്യം വന്നു, ആരാണ് നിന്റെ ഈ റബ്ബ്? നീ റബ്ബ് റബ്ബ് എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? അപ്പൊ അതിന് എല്ലാവർക്കും മറുപടി മനസ്സിലാകുന്ന ഒരു വിശദീകരണം എന്ന നിലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി അല്ലദീ യുഹ്യി വയുമീത്, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. ഖാല അന ഉഹ്യി വഉമീത്. അപ്പോ ആ രാജാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് തർക്കത്തിലേർപ്പെട്ട, തനിക്ക് ലേശം അധികാരം ലഭിച്ചിട്ടുണ്ട് ഒരു പ്രദേശത്ത് എന്നതിന്റെ പേരിൽ, അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് ഒരിടത്ത് ഒരൽപ്പം അധികാരം അയാൾക്ക് നൽകിയിട്ടുണ്ട്. ഈ അധികാരത്തിന്റെ ബലത്തിലാണ് തർക്കം, ആ അധികാരത്തിന്റെ ബലത്തിലാണ് തർക്കം. അപ്പൊ അങ്ങനെ തർക്കിച്ച ആളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. ഉടനെ ഈ തർക്കിച്ച രാജാവ് പറയുന്നു, അന ഉഹ്യി വഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമല്ലോ. എന്നിട്ട് വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഈ രാജാവ് ഒരു ഓർഡർ ഇട്ടു, ആരെവിടെ? അപ്പൊ ഒരു ഭടൻ വന്നു, രണ്ടുപേരെ കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ടുപേരെ കൊണ്ടുവന്നു. ഒരുത്തനെ ആ നിമിഷം വധിച്ചു കളഞ്ഞു, മറ്റവനോട് ഈ പോയിക്കോ എന്നും പറഞ്ഞു. ഇത് ഞാൻ ജീവിപ്പിക്കും മരിപ്പിക്കുകയും എന്ന് പറഞ്ഞിട്ട് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം അള്ളാഹ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്നാണ് നമ്രൂദിന്റെ വാദം. അതാണിപ്പോ അയാള് ഈ ആവിഷ്കരിച്ച് കാണിച്ചു കൊടുത്തത് എന്നാണോ? യഥാർത്ഥത്തിൽ ഒരാളെ വെറുതെ വിട്ടു, മറ്റൊരാളെ വധിച്ചു കളഞ്ഞു. അപ്പൊ ഇത്രയും കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിലായി, ഞാൻ എന്താണോ പറഞ്ഞത് അത് ഇയാൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല, ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ ബുദ്ധി, അയാളുടെ ചിന്ത അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ അയാൾക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന വേറൊരു കാര്യം, ഖാല ഇബ്രാഹിമു വ ഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ് വഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു. ഓരോ ദിവസവും നമ്മൾ കാണുന്നതാണ്, സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു എന്റെ റബ്ബ്. നിനക്ക് കഴിയുമെങ്കിൽ നീ പടിഞ്ഞാറുന്ന് കൊണ്ടുവാ. അപ്പൊ ഞാനാണ് അള്ളാഹു, ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന ഒരു വാദത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഫലപ്പെടുത്താനാണ് ഒരാളെ വധിക്കുകയും മറ്റൊരാളെ വെറുതെ വിടുകയും ചെയ്തുകൊണ്ട് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ഞാനാണ് എന്ന് വാദിച്ചതെങ്കിൽ, സൂര്യന്റെ സഞ്ചാരത്തെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ ഒരു വാദഗതി അവതരിപ്പിക്കുമ്പോ, എന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, നിനക്ക് കഴിയുമെങ്കിൽ പടിഞ്ഞാറുന്ന് കൊണ്ടുവാ. പ്രകൃതി പ്രാപഞ്ചിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവപ്പെട്ടതും പ്രകടമായതുമായ ഒരു വിഷയത്തിലാണ് ഈ വാദം വന്നു നിൽക്കുന്നത്. ഒരു കുതർക്കിയായ ഒരു മനുഷ്യന് വേണമെങ്കിൽ പറഞ്ഞൂടെ, സൂര്യന്റെ ഇപ്പോഴത്തെ റൂട്ട് ഞാനാണ് നിശ്ചയിച്ചത്. ഇപ്പൊ സൂര്യൻ കിഴക്കുന്ന് ഉദിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ സാമ്രാജ്യത്തിൽ ഈ ദിവസവും സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തീരുമാനിച്ചിട്ടാണ്. നിന്റെ റബ്ബിന് കഴിയുമെങ്കിൽ പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് പോട്ടെ. ഈ നിലവാരത്തിൽ നമ്മളുടെയൊക്കെ മതപണ്ഡിതന്മാർ തർക്കിക്കുമല്ലോ ഇപ്പോ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് നമ്രൂദ് തർക്കിച്ചില്ല. എന്താ അള്ളാഹ് പറഞ്ഞത്? ഫബുഹിതല്ലദീ കഫർ. ഈ വാദഗതി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുന്നോട്ട് വെച്ചപ്പോ, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ മാതിരി ഒരു സ്റ്റെപ്പ് എടുത്തപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടുത്ത വാദഗതി മുന്നോട്ട് വെക്കാണ്. എന്റെ നാഥൻ സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുപോകുന്നു, നിനക്ക് കഴിയുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകട്ടെ എന്ന് പറയുമ്പോ അത് അവിടെ ഈ ഭരണാധികാരിയായ നമ്രൂദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അയാളുടെ നിലപാടെന്താ? ഫബുഹിതല്ലദീ കഫർ.
നിഷേധി അവിടെ ഉത്തരം മുട്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ ഉത്തരം മുട്ടിയത്? ആദ്യം പറഞ്ഞതിൽ എന്തുകൊണ്ടാണ് ഉത്തരം മുട്ടാതിരുന്നത്? അപ്പൊ ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്ന് നമ്രൂദ് വാദിക്കുന്നതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹ് ചെയ്യുന്ന പണിയൊക്കെ ഞാനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അള്ളാഹ്ക്ക് കൊടുക്കുന്ന ആരാധനയൊക്കെ എനിക്ക് കിട്ടണം എന്ന് വാദിച്ച ഒരാളാണ് ഇയാളെങ്കിൽ, അള്ളാഹ് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞിട്ട് രണ്ടാളെ വിളിച്ചിട്ട് ഒരാളെ കൊല്ലലും മറ്റവനെ വെറുതെ വിടലുമാണ് അള്ളാഹ് ചെയ്യുന്ന പണി എന്ന് കരുതാൻ മാത്രം വിഡ്ഢിയായ ഒരാൾക്ക് ലോകത്ത് ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയോ? ഒരു ജനതയെ ഭരിക്കാൻ സാധിക്കുമോ? നയിക്കാൻ സാധിക്കുമോ? അപ്പൊ അതല്ല അയാളുടെ വാദം. പ്രാപഞ്ചിക വ്യവസ്ഥ നോക്കി നടത്തുന്നത് ഞാനാണ് എന്നല്ല നമ്രൂദ് വാദിച്ചത്. പിന്നെന്താ നമ്രൂദ് വാദിച്ചത്? ഇതെന്റെ രാജ്യമാണ്, ഈ രാജ്യം എന്റെ രാജ്യമാണ്, ഇവിടെ ഇത് മുമ്പ് എന്റെ അച്ഛന്റേതായിരുന്നു, അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പൊ എന്റേതാണ്, ഇവിടെ ആര് ജീവിക്കണം ആര് മരിക്കണം, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ, ഇത് വളരെ സ്വതന്ത്രമായി ഞാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരുത്തൻ മരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു, അയാൾ മരിച്ചു. മറ്റവൻ ജീവിച്ചു കൊള്ളട്ടെ എന്ന് ഞാൻ നിശ്ചയിച്ചു. എന്റെ തീരുമാനത്തിന് ഒരു എതിരും എവിടെയും വന്നില്ല. പഠിപ്പ് മുടക്കൽ, ധർണ, റോഡ് തടയൽ, പിക്കറ്റിംഗ്, ബഹുജന പ്രക്ഷോഭം, യാതൊന്നും സംഭവിച്ചില്ല. നിങ്ങൾ കണ്ടില്ലേ, അവൻ മരിച്ചു, ഇവൻ ജീവിച്ചു. ഇങ്ങനെ സ്വതന്ത്രമായി എന്റെ തീരുമാനമാണ് ഈ ജനങ്ങളുടെ മേൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്രൂദിന്റെ വാദം. ഇത്രയും സ്വതന്ത്രമായി എന്റെ തീരുമാനങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ വന്നിട്ട് എന്റെ ഈ സ്വതന്ത്ര തീരുമാനാധികാരം ഞാൻ അവസാനിപ്പിക്കണം, പകരം നിന്റെ റബ്ബ് പറയുന്നതനുസരിച്ച് ഞാൻ തീരുമാനിച്ചുകൂടൂ. ഇതല്ലേ നമ്രൂദേ ഇതല്ലേ ഇബ്രാഹിമേ നീ പറയുന്നത്? അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ചരിത്രത്തിന്റെ അന്ന് മുതൽ മനുഷ്യ സമൂഹത്തിന്റെ ഉത്ഭവം മുതൽ ഇന്ന് ഈ നിമിഷം വരെ മനുഷ്യരുടെ മേലുള്ള സ്വതന്ത്രമായ അവകാശവാദം, ഉടമസ്ഥതാവാദം എല്ലാ കാലത്തും മനുഷ്യരിലെ കൈകാര്യകർത്താക്കളായ ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. മനുഷ്യരുടെ മേലുള്ള സ്വതന്ത്രമായി മനുഷ്യരെ കൈകാര്യം ചെയ്യാം, മനുഷ്യനാവശ്യമായ പദ്ധതികളൊക്കെ സ്വന്തം നിലക്ക് നിർമ്മിക്കാം, മനുഷ്യന് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നത് അവർ സ്വന്തം നിലക്ക് തീരുമാനിക്കാം. ഇത് ലോകത്ത് എല്ലാ കാലത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ പ്രശ്നം തന്നെയാണ് നമ്രൂദും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ ഉന്നയിക്കുന്നത്. എന്റെ നാട്ടിലെ ജനത എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നിങ്ങൾ ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും ധിക്കാരികളായ ഭരണകൂടങ്ങളെ, പടച്ചവനെ ധിക്കരിച്ചോ അവഗണിച്ചോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അധികാര കേന്ദ്രങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരൊക്കെ മനുഷ്യരുടെ മേൽ സ്വതന്ത്ര തീരുമാനാധികാരം ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട് എന്ന്. മനുഷ്യന്റെ മേൽ മനുഷ്യന് സ്വതന്ത്ര തീരുമാനാധികാരമില്ല എന്നത് നമ്മളുടെ അഖീദയായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മനുഷ്യന്റെ മേൽ മനുഷ്യന് സ്വതന്ത്ര തീരുമാനാധികാരമില്ല. മനുഷ്യന്റെ മേൽ മനുഷ്യന് ഉടമസ്ഥതയും സ്വതന്ത്രമായിട്ടില്ല. ഇതൊക്കെയുള്ളത് ആർക്കാണ്? അള്ളാഹുവിനാണ്. നമ്മളെല്ലാവരും സൂറത്തുൽ ഫുർഖാൻ എന്ന് പറയുന്ന അധ്യായം എടുത്തിട്ട് അതിന്റെ തുടക്കം തന്നെ നിങ്ങൾ നോക്കൂ. സുബ്ഹാനല്ലദീ തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, തന്റെ ദാസന്റെ മേൽ ഈ ഫുർഖാൻ, ഈ ഗ്രന്ഥം, ഈ വേദഗ്രന്ഥം ഇറക്കിയവൻ പരിശുദ്ധനാണ്. ലിയകൂന ലിൽ ആലമീന നദീറ. ഇത് മുസ്ലിം സമുദായത്തിന് അനുഷ്ഠിക്കാനുള്ള ഒരു സ്വകാര്യ അഭിമാനമല്ല വിശുദ്ധ ഖുർആൻ. പിന്നെയോ ഇത് മാനവ സമൂഹത്തിന്റെ മുഴുവൻ പൊതുവായ ഒരു മുതലാണ്, ഒരു പൊതുവായ ഒരു നിധിയാണ്, അവരുടെ മൊത്തം രക്ഷക്കുള്ളതാണ്. ഈ മനുഷ്യ മക്കൾക്കൊക്കെയും വെളിച്ചം നൽകുന്നതാരാണോ, ഈ മനുഷ്യ മക്കൾക്കൊക്കെയും വെള്ളം നൽകുന്നതാരാണോ, ഈ മനുഷ്യ മക്കൾക്കൊക്കെയും വായു നൽകുന്നതാരാണോ, അവൻ തന്നെയാണ് ഈ ഗ്രന്ഥവും നൽകിയിട്ടുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ പടച്ചവൻ നൽകിയ വെള്ളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നതുപോലെ, പടച്ചവൻ നൽകിയ വെളിച്ചം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നതുപോലെ, പടച്ചവൻ നൽകിയ വായു എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നതുപോലെ, ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന അധ്യാപനങ്ങൾ മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. ലിയകൂന ലിൽ ആലമീന നദീറ. മാലോകർക്കൊക്കെയും മുന്നറിയിപ്പായിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത്. മനുഷ്യരെ, നിങ്ങളാരും സ്വതന്ത്ര ഉടമകളല്ല.
നിങ്ങളിൽ ആരും സ്വതന്ത്രരായ കൈകാര്യകർത്താക്കളല്ല, നിങ്ങൾ ഒരു യജമാനന്റെ അടിമകളാണ്, വിനീത വിധേയരായ അടിമകളാണ്. ആ യജമാനന്റെ പ്രത്യേകത എന്താ? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, അവന്റെ കയ്യിലാണ് ആകാശഭൂമികളുടെ ആധിപത്യം. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി വലം യത്തഖിദ് വലദൻ, അവൻ മക്കളെ സ്വീകരിച്ചിട്ടില്ല, അല്ലാഹുക്ക് മക്കളില്ല. ഈ ആധിപത്യത്തെക്കുറിച്ച് പറയുന്ന പല സ്ഥലത്തും നിങ്ങൾ ഖുർആനിലേക്ക് നോക്കൂ. ഈ ആധിപത്യത്തെക്കുറിച്ച് പറയുന്ന പല സ്ഥലത്തും വലം യത്തഖിദ് വലദൻ എന്ന് അല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. അവൻ മക്കളെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശു ദൈവപുത്രനല്ല എന്നാണ് ഈ പറയുന്നത് എന്നാണ് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോവുക. കാരണം നമ്മുടെ മനസ്സിൽ ഒരു ദൈവപുത്രനെ കുറിച്ചുള്ള ഒരു ചർച്ച അങ്ങനെയാണ് ഉള്ളത്. പക്ഷെ അതല്ല പടച്ചോൻ ഈ പറയുന്നതിന്റെ ഉദ്ദേശം. ഒരു വലിയ മുതലാളിയുണ്ട് നമ്മുടെ നാട്ടിലെന്ന് വിചാരിക്കുക. എങ്കിൽ ആ വലിയ മുതലാളിക്ക് മക്കളുണ്ടെങ്കിൽ ആ മുതലാളിയെ നിങ്ങൾക്ക് മക്കൾ വഴി സ്വാധീനിക്കാൻ കഴിയും. ആ മുതലാളിയുടെ സാമ്രാജ്യത്തിലേക്ക് മക്കൾ വഴി നിങ്ങൾക്കൊരു ഒരു എൻട്രി ലഭ്യമാകും. സ്വാഭാവികമാണത്. അപ്പൊ അല്ലാഹ് പറയാണ് അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ മൊത്തം ഉടമസ്ഥതയും അവനാണ്. വലം യത്തഖിദ് വലദൻ, അവൻ മക്കളെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മക്കൾ വഴി ഈ സാമ്രാജ്യത്തിൽ സ്വാധീനിച്ച് കളയാം എന്നാരും കരുതണ്ട. വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക്, അവന്റെ ഈ അധികാര കേന്ദ്രത്തിൽ ഒരു തരത്തിലുള്ള പങ്കാളികളുമില്ല. വഖലക കുല്ല ഷൈഇൻ, എല്ലാം അവൻ സ്വന്തം നിലക്ക് സൃഷ്ടിച്ചതാണ്. ഫഖദ്ദറഹു തഖ്ദീറ, അവൻ തന്നെയാണ് അതിന്റെ അളവും തോതും വിതരണക്രമവും നടപടിയുടെ സമ്പ്രദായവും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെ ഒരു യജമാനനുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെ ഒരു സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെ ഒരു ഉടമസ്ഥനുണ്ട് എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഇതര മതസ്ഥരും അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ യജമാനൻ എന്റെ ജീവിതത്തിന്റെ വിഷയത്തിൽ സ്വതന്ത്രമായി വിധി പറയാൻ അധികാരമുള്ളവനാണ് എന്ന് സമ്മതിക്കാൻ ചരിത്രത്തിന്റെ എല്ലാ സന്ദർഭത്തിലും മനുഷ്യർ മടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കാണണം. ആ യജമാനന് കുറച്ച സമയം, ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം വരുന്ന ആരാധനകൾ സമർപ്പിച്ച് അവനെ സുഖിപ്പിച്ച് അവിടെ ഒരു മൂലക്കൊതുക്കി കാര്യങ്ങൾ പൊതുജീവിതത്തിൽ ഞങ്ങൾ കൈയാളിക്കൊള്ളാം, ഇങ്ങനെയാണ് ആളുകൾ ചിന്തിച്ചു പോയിട്ടുള്ളത്. വിശ്വാസികൾ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത്, പൊതു സമൂഹം അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ഈ വാദഗതിയാണ് നമ്രൂദും കൊണ്ട് നടക്കുന്നത്. എന്റെ ജനങ്ങളുടെ മേലെ എന്റെ തീരുമാനമാണ് നടപ്പാകുന്നത് എന്നാണ് അയാൾ കരുതുന്നത്. ഞാൻ അവിടെ സ്വതന്ത്രനായ തീരുമാനാധികാരമുള്ളവനാണ് എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ ചോദിക്കുകയാണ്, ആരാണെന്ന് എന്റെ റബ്ബ്? ഈ പറയുന്ന റബ്ബാരാ? ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും എന്ന് പറഞ്ഞാൽ ആര് ജീവിക്കണം ആര് മരിക്കണം എന്ന് തീരുമാനിക്കുന്നവനല്ല എന്നല്ല ഇബ്രാഹിം നബി ഉദ്ദേശിച്ചത്. പകരം ജീവിതം എന്ന് പറയുന്ന അസാധാരണ അനുഭവം ആവിഷ്കരിക്കാൻ ശേഷിയുള്ളവൻ എന്നാണ്. മരണം എന്ന് പറയുന്ന അന്തിമ തീരുമാനത്തിന്റെ ഓർഡറിടാൻ അധികാരമുള്ളവൻ എന്നാണ്. പക്ഷെ അത്രയും ആഴത്തിലല്ല നമ്രൂദ് മനസ്സിലാക്കിയത്. അയാളുടെ ആ സാമ്രാജ്യത്തിന്റെ പൊതു സ്വഭാവം വെച്ചിട്ട് അവര് ജീവിക്കട്ടെ ഇവര് മരിക്കട്ടെ എന്നൊക്കെയുള്ള സ്വതന്ത്ര തീരുമാനാധികാരം എന്ന തലത്തിൽ മനസ്സിലാക്കി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാപഞ്ചിക സത്യത്തിന്റെ കുറച്ചുകൂടി നഗ്നമായ മറ്റൊരു പ്രസ്താവന നടത്തി. എന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, നിനക്ക് കഴിയുമെങ്കിൽ പടിഞ്ഞാറോട്ട് പോകട്ടെ. നമ്രൂദിന് അങ്ങനെ ഒരു വാദം, പ്രപഞ്ചം സൃഷ്ടിച്ചത് ഞാനാണെന്നോ പ്രപഞ്ചത്തിന്റെ സംവിധായകൻ ഞാനാണെന്നോ ഗോളങ്ങളുടെ റൂട്ട് നിശ്ചയിക്കുന്നത് താനാണെന്നോ നമ്രൂദിന് വാദമില്ലാത്തതുകൊണ്ട് അയാൾ ആവശ്യമില്ലാത്ത തർക്കത്തിന് പോയില്ല. പകരം ഇബ്രാഹിം നബിയുടെ വാദഗതി സമ്മതിച്ചു. ഫബുഹിതല്ലദീ കഫർ, ഈ നിഷേധി, ഈ ധിക്കാരി അവിടെ ഉത്തരം മുട്ടി. ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്റെ ജീവിതത്തിന്റെ മേലെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അധികാരമുള്ളവൻ എന്റെ റബ്ബ് മാത്രമാണ് എന്ന പ്രഖ്യാപനവും കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ഇന്നിപ്പോ നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് നമ്മുടെയൊക്കെ ഈ പുതിയ കാലത്ത് പുതിയ സമൂഹത്തിൽ പുതിയ ഭാഷയിൽ മൈ ബോഡി ഈസ് മൈ ചോയ്സ് അല്ലെങ്കിൽ മൈ ബോഡി ഈസ് മൈ റൈറ്റ് എന്ന് പറയുന്നവരെ വരെ നമുക്ക് കാണാൻ പറ്റുന്നു. എന്റെ ശരീരം എന്റെ ഇഷ്ടം. നമ്മൾ നമ്മുടെ ശരീരം എന്ന് താൽക്കാലികമായി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ മേൽ നമുക്ക് ഒരു സ്വതന്ത്രാധികാരവുമില്ല. നമ്മുടെ ശരീരത്തിന്റെ മേൽ നമുക്ക് സ്വതന്ത്രാധികാരമുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് വാർദ്ധക്യം ബാധിക്കുമായിരുന്നില്ല, നമുക്ക് മരണം സംഭവിക്കുമായിരുന്നില്ല, നമുക്ക് അസുഖങ്ങൾ ബാധിക്കുമായിരുന്നില്ല, പ്രായാധിക്യം കൊണ്ട് പല്ല് പൊഴിയുകയോ കണ്ണുകുഴിയുകയോ കാഴ്ച മങ്ങുകയോ ചെയ്യുമായിരുന്നില്ല.
അപ്പൊ എന്റെ ശരീരം എന്ന് പറയുന്നത് വളരെ ആലങ്കാരികമായൊരു പ്രയോഗം മാത്രമാണ്. ഇത് നിന്റെ നാഥന്റെ അനുഗ്രഹമാണ്, അവന്റെ തീരുമാനമാണ് നിന്റെ ശരീരത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും അവന്റെ തീരുമാനമാണ് നിന്റെ ശരീരത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഏതൊരു നാഥന്റെ തീരുമാനമാണോ നിന്റെ ശരീരത്തിൽ പൊതുവായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്, അതേ നാഥന്റെ വ്യവസ്ഥയാണ് നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാകേണ്ടത്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രബോധനം. ഈ പ്രബോധനത്തെയാണ് നമ്രൂദ് നേരിടാൻ ശ്രമിച്ചത്. അതിനെയാണ് പ്രാപഞ്ചിക സത്യങ്ങളുടെ പിൻബലത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരുത്തുന്നത്. ഇത് തൗഹീദുമായി ബന്ധപ്പെട്ട ആലോചനയിലും പഠനത്തിലും വളരെ പ്രാധാന്യമുള്ള ഒരു വശമാണ്. ഇതിന്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. നമ്മുടെ പല ചർച്ചകളിലായി, പല സന്ദർഭങ്ങളിലായി ഈ ഒരു കേന്ദ്ര ആശയം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു പൊതുവായ ശൈലിയാണ് എന്ന് ഖുർആനിലൂടെ കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണോ അവനെ പരിചയപ്പെടുത്തിയത് അപ്രകാരം മനസ്സിലാക്കാൻ, എപ്രകാരമാണോ നമുക്ക് മനസ്സിലാവുന്നത് അപ്രകാരം മനസ്സാ ഉൾക്കൊള്ളാൻ, എപ്രകാരമാണോ നമ്മൾ ഉൾക്കൊണ്ടത് അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റം എല്ലാ തലങ്ങളിലും പ്രകടമാകും. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നതിന്റെ അനന്തര ഫലം എന്ന് നമ്മൾ കാണണം. സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. അതിനിടയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സമീർ ഇല്ലിക്കൽ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു പഠന വിനോദയാത്രയുടെ ഭാഗമായി ഒരു അന്യരാജ്യത്ത് പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ അള്ളാഹു അവിടെ വെച്ച് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. ആ വാർത്ത വായിക്കുമ്പോ, അല്ലെങ്കിൽ ആ സംഭവത്തിന് സാക്ഷിയാകുമ്പോ, ആ മയ്യത്ത് നമസ്കരിക്കുമ്പോ, ആ മരണപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ഇത്രയൊക്കെ ഉള്ളു ജീവിതം എന്നുകൂടി നമ്മളെ കുറിച്ചും ഓർക്കണം. നമ്മൾ എവിടെയാണെങ്കിലും മരണം നമ്മൾ പിന്തുടരും. നമുക്ക് അവധി വെച്ചിട്ടുള്ളത് എത്രയാണോ ആ അവധി കഴിഞ്ഞാൽ റബ്ബ് തിരിച്ചു വിളിക്കും. ഈ ഒരു ബോധം, ഈ ഒരു ഉണർത്തൽ കൂടെ കൂടെ നമുക്ക് നൽകുന്നത് നമ്മളെ ഒരു പാപിയായി നരകത്തിലിടാൻ റബ്ബ് വിചാരിക്കാത്തത് കൊണ്ടുകൂടിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ സഹോദരൻ സമീർ ഇല്ലിക്കലിനോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ അമലുകൾ നീ സ്വീകരിക്കണേ നാഥ. അദ്ദേഹത്തിന്റെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തെ നീ തിരിച്ചു വിളിച്ചത് കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ടാകുന്ന അഭാവം റഹ്മാനായ റബ്ബെ നിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ നികത്തണേ അല്ലാഹ്. അവർക്ക് മനസമാധാനവും സ്ഥൈര്യവും നൽകണേ തമ്പുരാനെ. ഇതേ കാലയളവിൽ ഞങ്ങളുടെ വേണ്ടപ്പെട്ട പലരുടെയും സുഹൃത്തുക്കൾ, അടുത്ത ബന്ധുക്കൾ, ചിലരുടെ മാതാക്കൾ, പലരുടെയും പിതാക്കൾ, അങ്ങനെ ഒരുപാട് ആളുകൾ നിന്നിലേക്ക് തിരിച്ചു വന്നു. റഹ്മാനായ റബ്ബെ, അവരോടൊക്കെ നീ കരുണ കാണിക്കണേ നാഥ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.